അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി 2-ാം വാല്യം പേജ് 13. വൽ അദ്ഹറു, ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ഹറായ ഖൗലാകുന്നത് തഅ്സീറു ഖിൽതത്തി സമരി വസ്സർഇ വന്നഖദി വാർലി തിജാറത്തി, പഴത്തിനെ കലർത്തുക, ഈത്തപ്പഴം, മുന്തിരി, വസറി കൃഷി, നെല്ല് തുടങ്ങിയ, വന്നഖദി സ്വർണ്ണവെള്ളി പോലത്തെ നാണയം, വാർലി തിജാറത്തി കച്ചവട ചരക്ക്, ഇതിനെല്ലാം കലർത്തൽ അസർ ചെയ്യിപ്പിക്കും എന്നാണ്. എങ്ങനെ കലർത്തുന്നു? ബിസ്തിറാക്കിൻ, ഒന്നുകിൽ കൂറാക്കൽ കൊണ്ട് കലർത്തുന്നു, ഔ മുജാവറത്തിൻ, അല്ലെങ്കിൽ അയൽവക്കം കൊണ്ട് കലർത്തുന്നു. അങ്ങനെ അസർ ചെയ്യിപ്പിക്കുന്ന അദ്ഹറിന് ദലീലെന്താ? ലി ഉമൂമി മാ തഖദ്ദമ ഫിൽ ഹദീസി, നേരത്തെ പറഞ്ഞ ഹദീസിൽ മുന്തിപ്പോയൊന്ന് ആമാണ്. അത് ആ മുന്തിപ്പോയത് കാലി മൃഗത്തിനെ പറ്റി മാത്രമല്ല ഉള്ളത്. എന്താ മുന്തിപ്പോയത്? വലാ യുഫറഖു ബൈന മുജ്തമീൻ ഖശിയത്ത സദഖത്തി എന്ന മുന്തിപ്പോയത്. വലാ യുഫറഖു, വിട്ടുപിരിക്കപ്പെടാൻ പറ്റൂല, ബൈന മുജ്തമീൻ ഒരുമിച്ച് കൂടിയതിൻ്റെ ഇടയിൽ ഖശിയത്ത സദഖത്തി, സക്കാത്ത് വന്നു പോകുന്ന പേടിച്ചിട്ട് വിട്ടിരിക്കാൻ പാടില്ല എന്ന ഹദീസ് മൃഗത്തിൽ മാത്രം ഖാസല്ലല്ലോ. അത് പഴം, കൃഷി, നാണയം, കച്ചവട ചരക്കിലൊക്കെ ബാധകമാണല്ലോ എന്നതാണ് അദ്ഹറിൻ്റെ ദലീൽ. വസാനി എന്ന അദ്ഹറിൻ്റെ മുക്കാബിലായ ഖൗലാകുന്നത് ലാ തുഅസ്സിറു, ഈ പഴം, കൃഷി, നാണയം, കച്ചവട ചരക്ക് ഇതിലൊന്നും ഖിൽതത്ത് അസർ ചെയ്യിപ്പിക്കൂല എന്നാണ് മുത്തലക്കൻ. മുത്തലക്കാന്നൊരു അസർ ചെയ്യിപ്പിക്കൂല. അതായത് ഖിൽതത്തുൽ ഇസ്തിറാഖാവട്ടെ, ഖിൽതത്തുൽ മുജാവറത്താവട്ടെ, രണ്ടും. പിന്നെ എന്താ അസർ ചെയ്യിപ്പിക്കാൻ സാനി പറയാൻ കാരണം? ഇത് കാരണം ലൈസ ഫീഹ, ഈ സമർ, സെർ, നഖദ്, അർള് തിജാറത്തിൻ്റെ അകത്തൊക്കെ കലർത്തുന്നതിലില്ലല്ലോ. മാഫി ഖിൽതത്തിൽ മാഷിയത്തി, മൃഗത്തിനെ കലർത്തുന്നതിലുള്ള ഒന്നില്ലല്ലോ. അതിലുള്ള ഒന്നെന്തായിരുന്നു? പിന്നെ നഫ്ഇൽ മാലിക്കി, ഉടമസ്ഥനിക്ക് ഉപകാരം കിട്ടുമെന്നുള്ളതായിരുന്നു. താർത്തൻ ചിലപ്പോൾ ഉപകാരം കിട്ടും. തഖലീലി സക്കാത്തി, സക്കാത്തിനെ കുറയ്ക്കലുമുണ്ട്. 40 ആടുള്ള ഒരാളും 40 ആടുള്ള മറ്റേ ഒരാൾ കടത്തി 2 കൂടി ഒരാട് കൊടുത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ ഓരോരുത്തരും 2 ആട് കൊടുക്കേണ്ടിയിരുന്നു. അപ്പോൾ ഒരാട് കൊടുക്കേണ്ടത് പകുതി ആട് മതിയാകുക എന്നുള്ള നേട്ടമുണ്ട്. ഉദാഹരണം അങ്ങനത്തെ ഒക്കെ ഗുണമുണ്ടല്ലോ. അതൊന്നും ഇപ്പോൾ ബെഡല്ലല്ലോ. എവിടെ? ഈ പഴം, കൃഷി, നഖദിലൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവിടെ അസർ ജയിപ്പിക്കൂല മുത്തലക്കനായിട്ട് എന്ന് സാനി. വസാലിസു എന്ന അദ്ഹറിൻ്റെ മുക്കാബിലായ 3-ാം ഖൗലാകുന്നത് തുഅസ്സിറു ഖിൽതത്തുൽ ഇസ്തിറാഖി, ഇസ്തിറാഖിൻ്റെ ഖിൽതത്ത് അസർ ചെയ്യിപ്പിക്കും. ഫഖത്ത് പറഞ്ഞാൽ മുജാവറത്തിൻ്റെ ഖിൽതത്ത് അസർ ചെയ്യിപ്പിക്കൂല എന്നാണ്. വഖീലാനി പറയപ്പെട്ടൂല തുഅസ്സിറു, അസർ ചെയ്യിപ്പിക്കൂല ഖിൽതത്തുൽ ജിവാരി, അയൽവക്കത്തിൻ്റെ കലർത്തൽ. എവിടെ അസർ ചെയ്യിപ്പിക്കൂല? ഫിന്നഖദി, നാണയത്തിൽ, സ്വർണ്ണവള്ളിയിൽ അസർ ചെയ്യിപ്പിക്കൂല. വാർളി തിജാറത്തി, കച്ചവട ചരക്കിലും അസർ ചെയ്യിപ്പിക്കൂല. ഇങ്ങനെ ചുരുക്കത്തിൽ 4 അഭിപ്രായങ്ങളുണ്ട്. വാരല്ല അവലി കാല, എന്നാൽ മുസ്ലിം ഇവിടെ അവലെടുത്ത് അഥവാ അദ്ഹർ എടുത്താണ് പറയുന്നത്. പിന്നെ അദ്ഹർ പറഞ്ഞത് പിന്നെ സമർ, സെർ, നഖദ്, അർള് തിജാറത്തിൻ്റെ അകത്തൊക്കെ അസർ ചെയ്യിപ്പിക്കുന്നതാണല്ലോ. ആ അദ്ഹർ പ്രകാരം മുസ്ലിം പറയാണ് ആ അസർ ചെയ്യിപ്പിക്കൽ എപ്പോഴാണ്? ബിശർത്തി അല്ല യതമയ്യസ നാത്തൂറു വൽ ജരീനു വൽ ദുക്കാനു വൽ ഹാരിസു മക്കാൻ ലിഫ്തി വനേബുക, ഇതൊക്കെ വേർതിരിയാതിരിക്കണം എന്ന ഷർത്തോടു കൂടിയാണ് അസർ ചെയ്യിപ്പിക്കുക. ഷർത്തിയല്ല യതമയ്യസ, വേർതിരിയാതിരിക്കണം എന്ന ഷർത്തോടി. ഐഫി ഖിൽതത്തിൽ ജിവാരി, ഖിൽതത്തുൽ ജിവാറാണ്, 2 അയൽവാസികളും അയൽവക്കമാനങ്ങൾക്ക് 2 കൂടി കലർത്തുകയാണ്. അവിടെ വേർതിരിയാൻ പാടില്ല. എന്ത് വേർതിരിയാൻ പാടില്ല? അന്നാത്തൂറു, കാവൽക്കാരൻ വേർതിരിയാൻ പാടില്ല. ബിൽ മുഹമ്മരത്തി, ഉള്ളിലുള്ള താവുണ്ട്, നാളൂർ എന്നല്ല നാത്തൂർ എന്നാണ് വയ്ക്കുക. ബഹുവ നാത്തൂർ ആകുന്നത് ഹാഫിദുൻ നഖ്ലി വസജ്രി, ഈത്തപ്പന മരം, അതുപോലെ വൃക്ഷങ്ങൾ, ഇതിനൊക്കെ കാക്കുന്ന ആൾക്കാണ് നാത്തൂർ എന്ന് പറയുക. അപ്പോൾ ഒരു തോട്ടത്തിൻ്റെ ഒരാൾ കാവൽ, മറ്റേതിൻ്റെ വേറെ ആൾ, അങ്ങനെ ആയിരുന്നു. അത് വേർതിരിയാൻ പാടില്ല. ഇത് കാക്കുന്ന ആൾ തന്നെ മറ്റേനെയും കാക്കണം. അതുപോലെ വെൽ ജരീനും, ജരീൻ എന്ന് പറഞ്ഞാൽ ഉണക്കുന്ന കളം, അതും വേർതിരിയാൻ പാടില്ല. 2നെയും ഉണക്കുന്ന ഒരേ സ്ഥലത്ത് വെച്ചാണ്. ഈ ഫത്തിൽ ജീമി, ജീമിന് ഫത്ത് കൊണ്ട് ജരീൻ എന്നാണ് പറയുക. ബഹുവ ജരീനാകുന്നത് മൗദു തജ്ഫീഫി സമരി, പഴത്തിന്, ഈത്തപ്പഴം, അതുപോലെ തന്നെ മുന്തിരി, ഇതിനൊക്കെ ഉണക്കുന്ന സ്ഥലത്തിനേക്കാണ് ജരീൻ എന്ന് പറയുക. അതും വേർതിരിയാൻ പാടില്ല. ദുക്കാനും
അതുപോലെ ദുക്കാൻ, ഗോഡൗണ്, ഇതൊക്കെ വെക്കാനും വേണ്ടി വെക്കുന്ന സ്ഥലം ഉണ്ടാകില്ല, അതും വേർതിരിയാൻ പാടില്ല. ബൽ ഹാരിസു കാവൽക്കാരൻ, അതും വേർതിരിയാൻ പാടില്ല. അപ്പം മക്കാനുൽ ഹിഫ്ദി സൂക്ഷിക്കുന്ന സ്ഥലം, അതും വേർതിരിയാൻ പാടില്ല. അപ്പം നെഹുഹ, അതുപോലെ ഈ പറയപ്പെട്ടവൾ അഥവാ പിന്നെ നാത്തൂർ, ജരീന്, ദുക്കാന്, ഹാരിസ് തുടങ്ങിയ വസ്തുക്കളൊന്നും വേർതിരിയാൻ പാടില്ല. ആ നെഹവിൽ ഉദാഹരണം ഇതുപോലെ കൽ മുത്താഹിദി, ഈ പഴങ്ങളെയും മരത്തിനെയൊക്കെ ശുശ്രൂഷിക്കുന്ന ആളെപ്പോലെ അതൊന്നും വേർതിരിയരുത് എന്ന ശർത്തോടു കൂടിയാണ് അസർ ചെയ്യിപ്പിക്കുക എന്ന് വേറെ പറയുന്നു. ഇപ്പോൾ സൂറത്തുഹ, എന്നാൽ ഈ പഴം, കൃഷി, നഖദ്, അർള് തിജാറത്ത് ഇതിനൊക്കെ കലർത്തുന്നതിൻ്റെ രൂപമാകുന്നത് അയ്യക്കൂന ലി കുല്ലി വാഹിദി മിൻഹുമ, രണ്ട് മുതലാളിമാർ എന്നുള്ള ഓരോരുത്തർക്കും ഉണ്ടാകലാണ് സഫു നഖ്ലിൻ, ഒരു വരി ഈത്തപ്പന മരമുണ്ടാക്കുക. ഔ സെറുൻ, അല്ലെ രണ്ടാക്കും കൃഷി ഉണ്ടാകുക എവിടെ, ഫി ഹായിത്തിൻ വാഹിദിൻ, ഒരേ തോട്ടത്തിൽ. ഔ കീസു ദറാഹിമ, അല്ലെങ്കിൽ ഒരു ബേഗ് ദീർഘമുണ്ടാവുക, വെള്ളിനാണയം ഉണ്ടാകുക എവിടെ, ഫി സുന്ദൂഖിൻ വാഹിദിൻ, ഒരേ പെട്ടിയിൽ. ഔ അംതിയദു ദിയാറത്തിൻ, അല്ലെ കച്ചവടത്തിൻ്റെ പല ചരക്കുകൾ ഉണ്ടാകുക, ഫി ദുക്കാനിൻ വാഹിദിൻ, ഒരേ പീടിയൽ, അങ്ങാടിയിൽ. വലം യദ്കുർ ഫി റൗദത്തി, എന്നാൽ റൗദയിൽ നബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല അശർത്തൽ മദ്കൂറ, മത്തിൻ്റെ ഈ പറഞ്ഞ് അഥവാ നാത്തൂർ, ജരീന്, ദുക്കാന്, ഹാരിസ്, മക്കാൻ ലിഫ്തൊക്കെ വേർതിരിയാതിരിക്കണം എന്നൊരു ഷർത്ത് റൗദയിൽ നബിയാൻ പറഞ്ഞിട്ടില്ല. റാഫിഉ, ഇമാം റാഫി റളിയല്ലാഹു അൻഹു ആകുന്നത് അല്ലല, അദ്ദേഹം കാരണം പറഞ്ഞു തഹ്സീറൽ ഖിൽതത്തി, സമർ, നഖദ് തുടങ്ങിയതിനെ കലർത്തുന്ന അസർ ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് കാരണം പറഞ്ഞു. എന്താ കാരണം? നേരത്തെ പറഞ്ഞ മാതിരി സക്കാത്ത് കുറച്ചിരുന്നില്ലെങ്കിലും അവിടെ ഉപകാരമുണ്ട്. എന്താ ഉപകാരം? ബിൽ ഇർത്തിഫാക്കി, മുതലാളിമാർക്ക് ഉപകാരം കിട്ടുന്നുണ്ടല്ലോ. ബിത്തിഹാദിൻ നാത്തൂരി, ഈ കാവൽക്കാരൻ ഒന്നാകലുണ്ട്. അല്ലെ രണ്ടിനും വേറെ വേറെ കാവൽക്കാരാക്കുമ്പോഴേക്കൊക്കെ വേറെ വേറെ ശമ്പളം കൊടുക്കണ്ടേ? ഇത് രണ്ടാളും കൂടി ഒരാൾക്ക് ശമ്പളം കൊടുത്താൽ മതിയല്ലോ. അതുപോലെ തന്നെ വമാ ദുഃഖിരമായ ആ നാത്തൂറിൻ്റെ കൂടെ പറയപ്പെട്ടതായിരിക്കുന്ന ഉണക്കുന്ന സ്ഥലം, ഗോഡൗണ്, പിന്നെ സൂക്ഷിക്കുന്ന സ്ഥലം, അതുമൊക്കെ വേറെ വേറെ വേണ്ടല്ലോ, അതൊന്നും മതിയല്ലോ. അപ്പം പിന്നെ വാടകയൊക്കെ കുറയൂലേ എന്ന് ഉപകാരമുണ്ടെന്ന് കാരണം പറഞ്ഞു. അപ്പോൾ സാദ അലാദാരിക്ക, എന്നാൽ നബി റളിയല്ലാഹു അൻഹു ഇവിടെ പറഞ്ഞ ഷർത്തിനേക്കാൾ യാസ്തിയാക്കി പറഞ്ഞു. എവിടെ? ഫി ഷർഹിൽ മുഹദബി, ഷർഹിൽ മുഹദബിൽ യാസ്തിയാക്കി പറഞ്ഞു. ഇത്തിഹാദൽ മായി വൽ ഹറാസി വൽ ആമിലി വ ജദ്ദാദിൻ നഖ്ലി വൽ മുലഖ്ഹി വൽ ലഖാത്തി വൽ ഹമ്മാലി വൽ കയ്യാലി വൽ വസാനി വൽ മീസാനി ലിതാജിറീനി ഫി ഹാനൂത്തിൻ വാഹിദിൻ വൽ ബൈദർ എന്നും കൂടി യാസ്തിയാക്കി പറഞ്ഞു. അപ്പം ഇവിടെ മത്തിൽ മിൻഹാജ് പറഞ്ഞ ഷർത്ത് മാത്രം പോലെ അതിൻ്റെ പുറത്തുകൂടി എന്തുകൂടി വേണം? പിന്നെ ഇത്തിഹാദൽ മായി, രണ്ട് കൃഷിയിലേക്കും നനയ്ക്കാൻ എടുക്കുന്ന വെള്ളം ഒന്നാകണം. അതുപോലെ തന്നെ വൽ ഹറാസി, രണ്ടിലും കൃഷി ചെയ്യുന്ന ആളൊന്നാകണം. വൽ ആമിൽ, രണ്ടിനും തൊഴിലെടുക്കുന്ന തൊഴിലാളി ഒന്നാകണം. ജദ്ദാദിൻ നഖ്ലി, ഈത്തപ്പന മരത്തിന് മുറിക്കുന്ന ആൾ, ആ പഴം കൊയ്യുന്ന ആൾ ഒന്നാകണം. അതുപോലെ വൽ മുലഖ്ഹി, പാരാഗാണം ചെയ്യുന്ന ആൾ, ആണീത്തപ്പനക്കൊല എന്ന് കീറിയിട്ട് പെണ്ണീത്തപ്പനക്കൊലയിടുന്ന് പാരാഗാണം എന്നുള്ള പണിയുണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്ന ആളാകണം. വൽ ലഖാത്തി, അതുപോലെ തന്നെ പഴം പെറുക്കുന്ന ആളൊന്നാകണം. വൽ ഹമ്മാലി, ചുമക്കുന്ന ആൾ. വൽ കയ്യാരി, അളക്കുന്ന ആൾ. വൽ വസാനി, തൂക്കുന്ന ആൾ. വൽ മീസാനി, തുലാസ്. താജിറീനി, രണ്ട് താജിരിങ്ങൾക്കുള്ളേക്കുന്ന തുലാസ്. ഈ ഹാനൂത്തിയും വാഹിദിൻ, ഒരേ ഗോഡൗണിൽ കച്ചവടം ചെയ്യുന്ന രണ്ടാളുകൾക്ക് അതൊക്കെ ഒന്നാകണം. വൽ ബൈദരി, അതുപോലെ തന്നെ കളം ഒന്നാകണം എന്നൊക്കെ പിന്നെ ഷർത്തിന് ഏറ്റിയിട്ടുണ്ട്. ഇന്ദഹ ഷർഹുൽ മുഹദബിൽ ഏറ്റി തീർന്നു. ഹുവ, ഈ ബൈദർ അവസാനം പറഞ്ഞില്ല, ബൈദർ എന്നുള്ളതായിരിക്കുന്ന ലഫ്ലാകുന്നത് ഈ മുവഹത്തിൻ സുമ്മ തെഹ്താനിയത്തിൻ, ആദ്യം ഒരു ബ പിന്നെ താഴെ രണ്ട് പുള്ളിയുള്ള യാ, ബൈദർ എന്നാണ് വായിക്കുക. ഇതിൻ്റെ അർത്ഥം മൗലിയു ദിയാസിൽ ഇന്ദത്തീവ നഹവിഹ, ഗോതമ്പം പോലത്തെ നെല്ല്, കാപ്പി തുടങ്ങിയ സാധനങ്ങളൊക്കെ മെതിക്കുന്ന സ്ഥലങ്ങൾക്കാണ് ബൈദർ എന്ന് പറയുക. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുതഅല്ലിമീന ഫായിസീൻ.